ആർഷിത അവിടെ ഇരിക്കും, ജീറ്റ് അപ്പുറത്തിരിക്കും, പിജുറത് അവിടെ കിടക്കും, BMW ഇവിടെ കിടക്കും. അങ്ങനെ ഒരു നമ്മളെ പുതിയ വണ്ടി റിവീൽ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോഴും ഇവിടെ വെച്ചേക്കുകയാണ്. അതേപോലെ നമ്മളെ പട്ടി മുകളിലുണ്ട്. ടിങ്കോ 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 കേട്ടോ, ആളെയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചേക്കാൻ ഇന്നലെ റിവീൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് റിവീൽ ചെയ്യാൻ പറ്റി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുന്ന സംഭവം അല്ല. കുറച്ചൊരു കമൻറ്റിൽ L94 പെജിറോ ആശുപത്രി GT ഡോമിനോ എന്നൊക്കെ ഒരു കമൻറ്റ് ആയിരുന്നു. പിന്നെ രണ്ടുപേരും ഒന്ന് കറക്റ്റ് കമൻറ്റ് ഇട്ടായിരുന്നു. ഒരുത്തൻ്റെ അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞതാണ്, മറ്റവൻ ഇതുവഴി പോയപ്പോൾ എങ്ങനെയോ നോക്കി കണ്ടുപിടിച്ചിട്ടാണ്. ആദ്യം പറഞ്ഞാൽ ഞാൻ ഡിലീറ്റ് ആക്കി, രണ്ടാമത്തേൻ്റെ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന പുതിയ വണ്ടി, ഏപ്പ് ആട്ടോയാണ്. ഇത് ഇതുവഴി പോയി കണ്ടുപിടിച്ചപ്പോൾ അടിച്ചിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് കുറച്ച് പേര് ഏപ്പ് 390 കമൻറ്റ് ഇടുന്നുണ്ട്. എന്തായാലും അല്ലാതെ ഒരുത്തന്നെ കണ്ടുപിടിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. ഒരു R390 എടുക്കുന്നത്, ഞാൻ ഒരു 390 എടുക്കാറുള്ളതാണ്. പിന്നെ ചില പ്രത്യേക സാഹചര്യം കാരണം അത് നടന്നില്ല. അപ്പോൾ ഈ ഒരു വണ്ടി ഇവിടെ കിടക്കുമ്പോൾ പലർക്കും ചോദ്യം വരും, നിങ്ങളുടെ പഴയ ആട്ടോ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇതിനു മുമ്പ് ഒരു ആട്ടോ ഉണ്ടായിരുന്നു, ഒരു 6 ലക്ഷം അടുപ്പിച്ച് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതൊരു ആക്സിഡൻ്റ് ആയിട്ട് ടോട്ടൽ ഓഫ് ആയതാണ്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഉണ്ട്, കാണിച്ചു തരാം എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എടുക്കാൻ പോയി കുറച്ച് ക്ലിപ്സിൻ്റെ കിടപ്പുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നേക്കും. അപ്പോൾ ഈ ക്ലിപ്പ് കണ്ടല്ലോ അല്ലേ, നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തുള്ള കണ്ടീഷൻ അതായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഈ ഒരു കണ്ടീഷനിലോട്ട് ആക്കാൻ വേണ്ടി അറൗണ്ട് ഒരു 45,000 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി എടുത്തത് ആ റേറ്റ് 3.25 ലക്ഷമാണ്. ഇത് റെഡിക്കേഷൻ എടുത്തതല്ല, നമ്മൾ EMI ഒക്കെ ഇട്ട് എടുത്തതാണ്. അത് പ്രധാനമന്ത്രി മുദ്ര ലോൺ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. ആദ്യം ഒരു 80,000 അടുപ്പിച്ച് ഫസ്റ്റ് പേയ്മെൻറ്റ് എടുക്കണം. പിന്നെ ഓരോ മാസവും 6,500 വെച്ചിട്ട് 5 വർഷത്തേക്കാണ് എടുത്തേക്കുന്നത്. ആരൊക്കെ BJPനെയും നരേന്ദ്രമോദിനെയൊക്കെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രി മുദ്ര ലോൺ അങ്ങനത്തെ സംഭവങ്ങൾക്ക് ആവശ്യമുണ്ട്. കുറ്റം പറഞ്ഞ പലവന്മാരും അവരെ പൈസയ്ക്ക് വാങ്ങിച്ചിട്ടാണ് കുറ്റം പറയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മൾ ഒരുപാട് കളിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വണ്ടി എടുത്തത്. കണ്ടീഷനൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഈ പഴയ വണ്ടിയുടെ ആക്സിഡൻറ്റ് വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടല്ലോ അല്ലേ, അത് രണ്ടറ്റം കൂട്ടി നട്ടിക്കാൻ നടക്കുന്ന 2 ടീമുകൾ തമ്മിൽ കളിച്ച് ആട്ടെ കൊണ്ട് ചിരിച്ചതാണ്. ആക്സിഡൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊരു ഡെമോ സെറ്റപ്പ് അവിടെ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടൂടെ ഒന്നും കാണിച്ചു തരാം. ഇനി എൻ്റെ പഴയ ടോയ്സൊക്കെ തന്നെ ഈ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം പഴയതാണ്, കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ട് എല്ലാത്തിനും. എങ്കിലും ഈ ഒരു സാധനം കാണിക്കുക ഇതൊക്കെ തന്നെ മതിയെന്ന് തോന്നുന്നു. ഈ ഒരു ബസ് ഇവിടെ നിന്ന് ഇൻഡിക്കേറ്ററിലൂടെ ഇങ്ങോട്ട് പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, രാവിലെ 2 അറ്റം കൂട്ടി പൊട്ടിക്കാൻ ഓടിക്കുന്നവർ നല്ല രീതിയിൽ സ്പീഡിലായിരിക്കും വരുന്നത്. അതിപ്പോൾ ഒരു 9 മണിക്ക് സ്കൂൾ ടൈം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പേ 2 ട്രിപ്പ് അടിക്കാൻ വേണ്ടി അതിന് മുമ്പേ സ്പീഡ് കൂട്ടി ഓടും. അതൊക്കെ അത്രയേ ഉള്ളൂ. ഇങ്ങനെ വരുന്നു, ഈ ഒരു ബസ് കയറി ഇടയ്ക്ക് കൊണ്ട് വെച്ചു. സ്വാഭാവികമായിട്ടും ലോഡ് വണ്ടി കൊണ്ടുവരുന്ന വണ്ടിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല, ബ്രേക്ക് പിടിച്ചു നിന്നില്ല, നേരെ വണ്ടി വിളച്ചു. അയ്യോ സോറി, സെറ്റപ്പിൽ 2 ആൾക്കാർ കുറവുണ്ട്, അവരെയും കൂടെ ഫിറ്റ് ചെയ്യാം. ഇതിവിടെ ഒരു ചായക്കടയിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരെന്ന് തന്നെ കുട്ടിക്കു. ഈ ഒരു ബസ് അതിൻ്റെ ഡാഡ് അവിടെ നിന്ന് ഇവിടെ എത്തി കൊണ്ട് ആളെ ഇറക്കുമായിരുന്നു. ഈ ഒരു വണ്ടി ഇങ്ങനെ വന്ന് ഇവൻ കൊണ്ട് ഇങ്ങനെ കയറി ചെയ്തും ഈ വണ്ടി പിടിച്ചാൽ നിന്നില്ല. സ്വാഭാവികമായിട്ടും ഈ ബസ് ഇടിക്കായിരിക്കും അവിടെ വെട്ടിച്ചുകൊണ്ടിട്ട് നേരെ ഇവിടെ ചെന്ന് 2 പേരെ ഒരു അമ്മൂമ്മനെ ഇടിച്ച് അവരെ കാലിൽ കൂടെ കയറി ഇറങ്ങി അപ്പുറത്തെ ഇടിച്ച് എടുപ്പിച്ചിട്ട് നേരെ ചെന്ന് ആട്ടോനെ ഇടിച്ച് നേരെയൊക്കെ എങ്ങോട്ട് പോയി. ബട്ട് ആട്ടോയുടെ ബാക്കിലിരിക്കാൻ അത്രക്കൊന്നും പറ്റില്ല, എല്ലാവരും സേഫാണ്. ഫ്രണ്ടിലിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ആട്ടോയുടെ അവസ്ഥ ഞാൻ ഒരു സൈഡ് ക്ലിപ്പ് കാണിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ആട്ടോയ്ക്ക് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ബസ് ഡ്രൈവറിൻ്റെ പേര് വെച്ചാൽ ഗ്യാസൊന്നുമില്ല, ഡ്രൈവറിൻ്റെ ലൈസൻസ് ഒക്കെ എന്തോ കട്ട് ചെയ്തെന്ന് തോന്നുന്നു. നമ്മളതിനെ പറ്റി ഇവിടെ തിരക്കാനും പോയില്ല. ഈ 2 അറ്റം കൂട്ടി പിടിക്കാൻ വേണ്ടി ഒരുത്തം ഓടുമ്പോഴത്തേക്ക് വഴി നിൽക്കുന്ന ഒരു അമ്മൂമ്മേൻ്റെ പുറത്ത് കാലിൽ കയറി എന്ന് പറഞ്ഞില്ലേ, അവർക്കൊക്കെ ഈ വണ്ടിയായിട്ടൊരു ബന്ധമില്ല, ബസ്സിൽ കയറി പോകുന്ന അവരാണ് മരിച്ചത്. ഈ 2 അറ്റം കുടിക്കുന്ന ചുമ്മാ ഉള്ള ആൾക്കാരെ ഇടിച്ച് കൊല്ലുക എന്നുള്ളത് കുറച്ച് വിഷമമുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. പിന്നെ ആംബുലൻസ് വരാൻ ഒരു അച്ഛനതിനും പിന്നെ അമ്മ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളവിടെ ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് അമ്മൂമ്മ മരിച്ചായിരുന്നു. ഞാൻ ആ ഒരു സ്ഥലത്ത് എത്തിയത് കുറച്ച് ലേറ്റായിട്ടാണ്. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് അച്ഛൻ ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ വണ്ടി കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഏകദേശം പൊളിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറിയ എന്തോ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാണ് അവിടെ ചെന്നത്. ബട്ട് വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഒരുമാതിരി ഗെയിമിലേക്ക് ഓരോരുത്തർ ഇടിച്ചെടുപ്പിച്ചിട്ടേക്ക് എനിക്ക് ബ്ലഡ് വേണ്ടിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എന്നിട്ട് പതുക്കെ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഒരു ചെറുക്കനുണ്ട്, അവൻ്റെ റൂം ഇതാണ്. ഞാൻ പതുക്കെ ജനലൊക്കെ തട്ടി ഇത് തുറന്ന് അവൻ്റെ അടുത്ത് പതുക്കെ ഒന്ന് ബാക്ക് വഴിയിൽ ഇറങ്ങി ആശുപത്രി പോകാമെന്ന് പറഞ്ഞ് പറഞ്ഞതാണ്.
അവൻ കഥ തുടങ്ങി നേരെ വീട്ടിലോട്ട് അച്ഛൻ ആക്സിഡൻറ്റ് ആശുപത്രി പോകണമെന്ന് ഉറക്കെ അങ്ങ് പറഞ്ഞ്. പിന്നെ ഇവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛനെ വിളിച്ചു കൊടുത്തിട്ടൊക്കെയാണ് ഇവിടെ സോൾവ് ആയത്. അപ്പോൾ ചിലവർക്ക് ആക്സിഡൻറ്റ് കാര്യമൊക്കെ പറഞ്ഞ് ഫണ്ടൊക്കെ ഉണ്ടാക്കുമെന്ന് തോന്നും. ബട്ട് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടിരിക്കണം. അത്രയ്ക്കുള്ള വരുമാനമൊന്നും എനിക്കിപ്പോൾ ഇല്ല. ഇത് ഇത്രയാണ് സംഭവം നടന്നത്. ഇപ്പോൾ നടന്നിട്ടൊരു 7-8 മാസം അടുപ്പിച്ച് ആയെന്ന് തോന്നുന്നു ആക്സിഡൻറ്റ്. ബട്ട് ഈ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ആൾക്കാർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഓടിച്ചോടുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ്റെ കാലിൻ്റെ താഴെ ഒരു പൊട്ടലും കയ്യിലെ വിരലും പൊട്ടിയതേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല. ഒരു പക്ഷേ ഞാൻ ഇത്ര നാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം അതായിരിക്കും. നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ഫണ്ണായിട്ടൊക്കെ തോന്നിയാലും അത് കുറച്ച് സീരിയസും വളരെ നിങ്ങൾ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇത് സാഹചര്യത്തിൽ പറഞ്ഞു കളഞ്ഞാലും അന്നത് എനിക്ക് അങ്ങനെ പറഞ്ഞു കളയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പറയാത്തത്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ബാക്കിൽ മെറ്റൽ ഡോറ് വെച്ച് ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. ഇത് പതുക്കെ പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ 45,000 രൂപയെന്ന്. 17,000 രൂപ അടുപ്പിച്ച് ഈ ഒരു ഷീറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആട്ടോയുടെ പഴയ ക്ലിപ്പ് കണ്ടാലും ഈ ഹാർഡ് ടോപ്പൊന്നും ഇല്ലാത്ത രീതിയിലാക്കി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കവറൊക്കെ ചെയ്യാനും പിന്നെ അകത്ത് ഇൻറ്റീരിയർ ചെയ്യാനും ഒക്കെയാണ് അത്രയും പൈസ ആയത്. കണ്ടോ, ഈ ഒരു റെഡ് തീമിലെ സീറ്റും ഈ ഒരു ടോപ്പിലെ ഭാഗവും ഫ്രണ്ട് സീറ്റും എല്ലാം കൂടെ അത്ര ആയത്. പിന്നെ ബാക്കി ഒരു 25,000 ഇത് ഹാർഡ് ടോപ്പല്ല. ഇപ്പോൾ ഹാർഡ് ടോപ്പാണ് സെറ്റപ്പിൽ അങ്ങനെയൊക്കെ പറയുമോയെന്ന് എനിക്കറിയില്ല. ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ പണിത് എടുത്തേക്കുന്നത്. പിന്നെ ഇത് വലിയൊരു ആട്ടോയുടെ റിവ്യൂ ആയിട്ടൊന്ന് കൂട്ടുണ്ടാകും. ഇതിനെപ്പറ്റിയൊക്കെ ആട്ടോ എടുക്കാൻ പോകുന്ന എല്ലാവർക്കും ആൾമോസ്റ്റ് അതിനെപ്പറ്റി എല്ലാവരും ആയിരിക്കും. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഈ ആട്ടോയുടെ ഈ ഒരു താഴെ ഒരു മഞ്ഞ സ്പ്രിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ആട്ടോ ഒരു സ്റ്റോക്ക് കാര്യങ്ങൾ ഇറക്കുന്ന സമയത്ത് സ്പ്രിങ് വരുന്നില്ല. ഈ ഒരു സ്പ്രിങ് അഡീഷണൽ ചെയ്യുന്നതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അത് ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ ഈ ആട്ടോ ഏത് ആട്ടോ എടുത്ത് കണ്ടാലും ഈ ഒരു 2 ടയറും ഇങ്ങനെ ഏങ്കോണിച്ചിരിക്കും. വെയിറ്റ് കയറുമ്പോഴായിരിക്കും താഴുന്നത്. ആയിരിക്കും ഇരിക്കുന്നത്. കുറച്ച് വെയിറ്റ് കയറുമ്പോഴായിരിക്കും താഴുന്നത്. ഈ ഇടയ്ക്കാണത് മനസ്സിലായത് അത് അഡീഷണൽ സ്പ്രിങ് കയറ്റുന്നതാണെന്ന്. വണ്ടി ഇറക്കുന്ന സമയത്തിൽ എന്തോ ബുഷോ എന്തോ സംഭവമാണ്. നമ്മൾ കൊണ്ടുവരാൻ നേരത്തും സസ്പെൻഷൻ ഒട്ടുമില്ലായിരുന്നു. ഒരു കട്ടലൊക്കെ വിടുമ്പോൾ കറക്റ്റ് നമ്മുടെ ബാക്കിൽ തന്നെ ഇരിക്കുന്ന ഒരു സെറ്റപ്പിലായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇത് എക്സ്ട്രാ ഇടുന്നതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ സ്കോർപ്പിയോ ഒരു സ്പ്രിങ് കട്ട് ചെയ്ത സെറ്റപ്പായിരുന്നു. ഇപ്പോൾ ഇതിന് തന്നെ കസ്റ്റമായിട്ട് ഓരോ കമ്പനികൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനമാണ് ഈ മഞ്ഞ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ലിഫ്റ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് അങ്ങനെയാണ് സെറ്റ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ റേഡിയേറ്റർ വരാത്ത മോഡലാണ്. അതുകൊണ്ട് വലിയ രീതിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഈ ഒരു വണ്ടിയിലില്ല. ആദ്യത്തെ മോഡലിൽ ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ മോഡൽ റേഡിയേറ്ററും ഒരു 5-6 സെൻസറും ഉണ്ടായിരുന്നു. അപ്പോൾ സെൻസറിൻ്റെ കൂടെ തന്നെ അമ്മാതിരി പണികളായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പണി ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വണ്ടി സ്റ്റാർട്ട് ആവില്ല. ബട്ട് ഇതിൽ ഒറ്റ സെൻസർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ എമിഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സൈഡിൽ ഒരു വാട്ടർ ടാങ്ക് തന്നെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് തന്നെയാണ് വാട്ടർ ടാങ്ക്. നമ്മുടെ പഴയ ആട്ടോ ആണെങ്കിൽ ഈ ഒരു സൈഡിലായിരുന്നു ഫ്യൂൽ നിറയ്ക്കുന്നത്. ബട്ട് ഇവിടെ ഒരു എമിഷൻ കൺട്രോൾ നോംസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വാട്ടർ ടാങ്കും പെട്രോൾ ടാങ്ക് അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ആട്ടോ ഒക്കെ EMI എടുക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അതിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ബട്ട് ബൈക്കൊന്നും EMI എടുത്തു കഴിഞ്ഞാൽ അടച്ചാഴ്ചയൊക്കെ മുടിഞ്ഞു പോകും. ഈ വണ്ടീനെ പറ്റി പറയാൻ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ ഇതിൽ എക്സ്ട്രാ ഗ്ലാസ്, ഈ ഗ്ലാസ് കണ്ടോ, ഈ ആട്ടോയിൽ സ്റ്റോക്കായിട്ട് പറഞ്ഞാൽ ചെറിയൊരു ഗ്ലാസ്സാണ്. അപ്പോൾ വിസിബിലിറ്റിയൊക്കെ കൂടാൻ വേണ്ടി നമ്മളെ പഴയ ആട്ടോയിലും വലിയ ഗ്ലാസ്സാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിന് ചെയ്യണം. ഇവിടെയും ഫ്രണ്ടിൽ കുറച്ച് ചെയ്തിട്ട് ബാക്കിൽ ഫോൺ നമ്പറും ഇതൊക്കെ വെക്കണം. പിന്നെ വെക്കാത്തതിൻ്റെ കാര്യം, നിങ്ങൾ ആ ഒരു വീഡിയോയിൽ എൻ്റെ അച്ഛൻ ആ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് നടന്ന് കയറി ഓടിച്ചുകൊണ്ട് ഇറക്കുന്നത്. ഇപ്പോൾ ഡാഡ് വീണ്ടും കിടപ്പിലോട്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് മാത്രമാണ്. അപ്പോൾ ഒരു 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ട് വന്നതാണ്. നമുക്കിനി മെയിൻ കാര്യത്തിൽ നടക്കാം. ഇനി ഞാൻ പറയാവുന്ന കാര്യം കുറച്ച് ബോറിംഗ് ആയിരിക്കും, ബട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഒരു പക്ഷേ ഞാൻ ഇതുവരെ കിട്ടിയ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫണ്ണായിട്ടൊക്കെ തോന്നിയാലും അറിഞ്ഞിരുന്നാൽ എപ്പോഴായാലും വേർത്തായിരിക്കും. ഇതിന് മുമ്പേ അറിഞ്ഞവരുണ്ടെങ്കിൽ അവന്മാർ മിക്കവാറും വന്ന് കമൻറ്റ് ഇടും, ബ്രോ സത്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അറിയാത്തവന്മാർക്ക് പറയേണ്ടത് കിട്ടുമ്പോൾ പഠിക്കും. അപ്പോൾ നമുക്കിനി അതിലോട്ട് അടക്കാം. അത് താല്പര്യമുണ്ടെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം, ഇത് പണി കിട്ടിയവർക്കാണെങ്കിൽ പണി കിട്ടുമ്പോൾ മനസ്സിലാക്കാനും, പണി കിട്ടാതിരിക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ കാണണം. ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞ സംഭവിച്ചാൽ നമ്മൾ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമാണ് തള്ളിപ്പിടിച്ചുകൊണ്ട് നേരെ ഗവൺമെൻറ് ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകും. ഇപ്പോൾ ചെറിയ സ്റ്റിച്ച് കീറലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുട്ടി ടച്ച് വയ്ക്കുന്ന സ്റ്റിച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുഖത്തോട് നോക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രി ഗവൺമെൻറ് ആശുപത്രി ഇതിനെപ്പറ്റി ഒരുപാട് പേര് സംസാരിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്കൊരു പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അല്ലാതെ അപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവർ ജസ്റ്റ് പ്ലാസ്റ്ററൊക്കെ ഇട്ട് തന്നു വിട്ടു. അവിടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അവിടെ ആളെ കൊണ്ട് പൈസയൊക്കെ കൊടുത്ത് റെഡിയാണെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാം നടക്കും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് 4 ദിവസം കഴിഞ്ഞ് നടക്കുന്ന രീതിയിൽ നല്ല രീതിക്ക് സെറ്റ് ആയതായിരുന്നു. ആ ഒരു ആട്ടോ എടുക്കുന്ന വീഡിയോ നമ്മൾ ഈ 2 മാസം മുമ്പാണ് എടുത്തത്. അപ്പം തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. നടന്ന് കയറിയാണ് വണ്ടി കയറി ഇരിക്കുന്നതുമല്ല. അതിന് ലാസ്റ്റ് എന്ന് MRS എന്താണ് അവർ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെറുതായിട്ട് വീട്ടിൻ്റെ അകത്തൊക്കെ നടക്കാനേ പറ്റൂ, ജോലിക്കൊക്കെ പോയിപ്പം പറ്റില്ല, തേയ്മാനം സംഭവിച്ച് പിന്നെയും ഇതാവുമെന്ന് അവർ അന്നേ അത് പറഞ്ഞെങ്കിൽ ആദ്യമേ ഓപ്പറേഷൻ ചെയ്തേനെ.
പിന്നെ എല്ലാം ശരിയായതിനു ശേഷം 1 ഓപ്പറേഷൻ. ഒരു പ്രാവശ്യം പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ കളിച്ചില്ല. പിന്നെ നമ്മൾ മണ്ടന്മാരല്ല, നമ്മൾ നേരെ ട്രിവാൻഡ്രത്ത് SP4 പോയി. ഇപ്പോൾ നമ്മളെല്ലാവരും അത്ര പൈസയൊന്നും കാണുന്നില്ല, നമ്മൾ ക്യാഷ് കൂടി തന്നെയാണ് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോകുന്നത്. ബട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ രീതിയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ശരിയാവത്തില്ല. ഇപ്പോൾ MRI ഒക്കെ എടുക്കണമെങ്കിൽ 2-3 മാസം കഴിഞ്ഞ് ഡേറ്റയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് ആവും. എല്ലാവരും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. ബട്ട് ഒറ്റ കാര്യം വെച്ചാൽ മെഡിക്കൽ കോളേജ് ചെന്നു, ഒരു 4 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ശരിയായില്ല. അപ്പം 4-5 മാസം പണിക്ക് പോയില്ല, ബട്ട് ചിലവുണ്ട്. പിന്നെയും നമ്മൾ വല്ല പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയിട്ട് ഇത് ശരിയാക്കി നിർത്തി വീണ്ടും എക്സ്ട്രാ പൈസ ആവും. ആദ്യമേ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് ഇത്രയും റേറ്റിംഗ് ആകത്തില്ല. പിന്നെയും അത്രയും നല്ല പണിക്ക് പോകാത്ത പൈസ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നല്ല തുകയാവും. അതിൻ്റെക്കാട്ടി ബെറ്റർ മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ഏരിയയ്ക്ക് ആക്സിഡൻറ്റ് എനിക്ക് SP4 ആണ് നല്ലത്. നമ്മൾ അവിടെയാണ് ചെയ്തത്. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, പ്ലീസ് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്തിന് വരരുത്. പിന്നെ MEDI4 ഉണ്ട്, അത് സൂപ്പർ സ്പെഷ്യാലിറ്റി, ഒരുപാട് റേറ്റ് ആവും, കൈ നിൽക്കത്തില്ല. അപ്പോൾ അന്നവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞ ആദ്യമേ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു 77 രൂപയ്ക്ക് കഴിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു 4 ലക്ഷം അടുപ്പിച്ചായിരുന്നു. ഓപ്പറേഷൻ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ഷൻ എന്നാണ് ആ പരിപാടിയുടെ പേര്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലിഗമെൻറ്റ് മെഡിക്കൽ ടേംസിലോട് ഞാൻ പോകുന്നില്ല, സെറ്റ് ചെയ്താണ് കാലങ്ങൾ വെച്ചത്. ഇപ്പോൾ വീണ്ടും കിടപ്പിലാണ്. ഇനി 1 ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് നടന്നിടന്ന് വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത്രയും നാൾ ലാഗാവും. അപ്പോൾ നിങ്ങൾക്ക് ആക്സിഡൻ്റൊക്കെ വന്നിട്ട് മര്യാദയ്ക്ക് അനുസരിച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോവുക. ഇപ്പോൾ സ്റ്റിച്ചൊക്കെ ഇട്ടവന്മാർ തന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും കണ്ടു കാണും. ഗവൺമെൻറ് ആശുപത്രി ചെന്നിട്ട് അവന്മാരൊരുമാതിരി ശവമൊക്കെ പിടിച്ച് തയ്ക്കുന്ന രീതിയിൽ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അടയാളം കൊണ്ട് ഓരോരുത്തന്മാർ നടക്കുന്നത്. എനിക്കൊരു ആക്സിഡൻറ്റ് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഒരു ഹെവി ഡ്രൈവേഴ്സ് ഒരുപാട് പേരുണ്ട്. എന്ത് വെച്ചാൽ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ നടക്കണമെന്ന് പറയും. യുവമാരെ കൂട്ടിമുട്ടിക്കാൻ നടന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ട് കൂട്ടിയിടിച്ചാൽ യുവമാർക്ക് പ്രത്യേകിച്ചൊന്നും പറ്റാൻ പോകുന്നില്ല. കൂടിപ്പോയി ലൈസൻസ് എടുത്തിലാവും. വലിയ വണ്ടിയാണ്, ചെറിയ വണ്ടിയിലേക്ക് ഇടിച്ചിട്ട് യുവമാർക്ക് ഒരു പോറൽ പോലും പറ്റാൻ പോകുന്നില്ല. ബട്ട് ആ ഒരു വഴിയിൽ നിൽക്കുന്ന ഒരു അമ്മൂമ്മേനെ ഇടിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, അവരാ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി മോർണിംഗ് കിടപ്പിലൊക്കെ എന്തുവാണ്. അപ്പോൾ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി അവർ ആശുപത്രി രാവിലെ വന്നതാണ്. ആ ഒരു സമയത്താണ് ചാവടിക്ക് അത്രയും നേരം അവർ ഇപ്പുറത്താണ് നിൽക്കുകയായിരുന്നു. ചായ കുടിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പണി ലോറി ഇടിച്ചിട്ടത്. അപ്പോൾ വഴിയെ പോകുന്നവരൊക്കെ ഇടിച്ചിട്ട് ഇതുപോലത്തെ ചേട്ടന്മാർ. പിന്നെ KSRTC ബസ് അതിലുണ്ട്. ബട്ട് വണ്ടിക്ക് തട്ടുമുട്ടൊന്നും അതിൽ കിട്ടാത്തതുകൊണ്ട് KSRTC ബസ്സിനെ ആ ഒരു കേസിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതേപോലെ കൂട്ടിമുടിക്കാൻ നടക്കുന്ന കൂടുതൽ കേസ് KSRTCയിലുള്ളതാണ്. എന്നാൽ തന്നെ എത്ര പ്രാവശ്യം വരെ ഇടിക്കാൻ നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഫൂസ്റ്റൊക്കെ റോട്ടിയൊക്കെ നടക്കുക. അതേപോലെ കുറേ ചപ്രി എണ്ണന്മാരൊക്കെ ഉണ്ട്. അവന്മാരും ഇതിനൊക്കെ റാഷണയൊക്കെ അരിച്ച് വീട്ടിട്ട് നിൽക്കുന്ന അവന്മാരിടിച്ചാലും മരിയും. ഇപ്പോൾ വണ്ടി ഓടിച്ച് നടക്കുന്നൊരു മരിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. റോഡ് സൈഡ് ചുമ്മാ ഇരിക്കുന്നവരൊക്കെ ഇടിച്ച് വരുന്നത്. ഇത് ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് പണി കിട്ടിയവന്മാർക്കാണെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കണം. അല്ലാത്തവന്മാർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ എന്തുമാത്രം യൂസ് ആവുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് തമാശയായിട്ടൊക്കെ തോന്നും, ബട്ട് തമാശയല്ല, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഇത് കാണണം. അന്ന് എനിക്കിത് ഇങ്ങനെ പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചത്. ഒരു കാര്യമുണ്ട്, ആ ഒരു ആക്സിഡൻ്റായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്താണ് ആ ഒരു ലിച്ചൂസ് കൊച്ചിക്കാരായിട്ട് എൻ്റെ അടുത്തൊന്ന് കയറിയത്. ആ ഒരു സമയത്ത് ആ ഒരു അവസ്ഥ എന്നിട്ട് എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞതും വീഡിയോസൊക്കെ ഇട്ടത് എനിക്ക് ഒരുപാട് അയച്ചായിരുന്നു. എനിക്ക് ഇങ്ങനെയാണ് നിൽക്കുകയായിരുന്നു. അതാണ് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അത്രയും വയറൊക്കെ കൊടുത്തത്. നമ്മൾ പഴയ ആക്സിഡൻ്റ് നമുക്ക് ഒരാൾ സ്റ്റേഷനിലിട്ട് പിന്നെ അത് വിറ്റായിരുന്നു. ഇവിടെ ചിലവരെ കണക്ക് ടോട്ടൽ ലോസ് വണ്ടിയൊക്കെ എടുത്തിട്ട് തട്ടിക്കൂട് സെറ്റപ്പിൽ വിറ്റല്ല. ആ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു അതേ സെയിം കണ്ടീഷനിൽ അതേ കണക്ക് നമ്മൾ 15,000 രൂപയ്ക്കാണ് കൊടുത്തത്. ഇനിയിപ്പോൾ അത് എടുക്കുന്ന ആളെ എങ്ങനെ വിൽക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ എന്തായാലും വണ്ടി സെയിലാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു വണ്ടി എടുത്തതും. പിന്നെ ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങൾ എന്തെങ്കിലും 1 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതൊക്കെ ഒരുപാട് പേരും 390 എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ദാർഷിത അവിടെ ഇരിക്കും, GT അപ്പുറത്തിരിക്കും, പിജുറത് അവിടെ കിടക്കും, BMW ഇവിടെ കിടക്കും. അങ്ങനെ ഒരു ദിവസം ഈ ഒരു വീഡിയോ ഫ്രണ്ടിൽ നിറച്ചും ഞാൻ വണ്ടികൾ കൂട്ടി വെക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുവരെയും ബൈ ബൈ.